പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായത്തിലെ 8-9 ശ്ലോകങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ശ്ലോകങ്ങൾ ശ്രദ്ധിക്കുക. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിം ജയഃ അശ്വത്ഥാമാ വികർണശ്ച സൗമദദ്ദിർജയദ്രഥഃ അന്യേ ച ബഹവഃ ശൂരാ മദർത്ഥേ ത്യക്തജീവിതാഃ നാനാശസ്ത്രപ്രഹരണാഃ സർവേ യുദ്ധവിശാരദാഃ. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ഭവാൻ ഭീഷ്മഃ ച കർണഃ ച കൃപഃ ച സമിതിഞ്ജയഃ അശ്വത്ഥാമ വികർണഃ ച സൗമദത്തിഃ ജയദ്രഥഃ അന്യേ ച ബഹവഃ ശൂരാः മദർത്ഥേ ത്യക്തജീവിതാः നാനാശസ്ത്രപ്രഹരണാः സർവേ യുദ്ധവിശാരദാः. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം നമുക്ക് ചർച്ച ചെയ്യാം. ഭവാൻ ഭീഷ്മഃ ച കർണഃ ച കൃപഃ ച സമിതിഞ്ജയഃ അശ്വത്ഥാമ വികർണഃ ച സൗമദത്തിഃ ജയദ്രഥഃ മദർത്ഥേ ത്യക്തജീവിതാः നാനാശസ്ത്രപ്രഹരണാः അന്യേ ച ബഹവഃ ശൂരാः സർവേ യുദ്ധവിശാരദാः സന്തി. ഇവിടെ ഈ ശ്ലോകത്തിൻ്റെ സാരാംശവും നമുക്ക് വളരെയധികം അഗാധതയിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. സാമാന്യമായ ശ്ലോകത്തിൻ്റെ അർത്ഥം മാത്രമേ നാം ഇവിടെ അവതരിപ്പിക്കേണ്ടതുള്ളൂ. സുയോധനൻ ദുര്യോധനൻ ദ്രോണാചാര്യരോട് പറയുകയാണ്, അല്ലയോ ആചാര്യ, എൻ്റെ സൈന്യത്തിൽ ആരൊക്കെയുണ്ട്? യുദ്ധസന്നദ്ധരായ സാരഥികളെക്കുറിച്ചാണ് അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. അല്ലയോ ആചാര്യ, ഭവാനും ഭീഷ്മാചാര്യരും കർണനും ജയശാലിയായ കൃപരും അശ്വത്ഥാമാവും വികർണനും സോമദത്ത പുത്രനായ ജയദ്രഥനും ഉണ്ട്. ഒക്കെ പ്രഗത്ഭരാണ്. കൂടാതെ എനിക്ക് വേണ്ടി ജീവൻ കളയാൻ വേണ്ടി സന്നദ്ധരായവരായ പലവിധ ആയുധങ്ങൾ പ്രയോഗിക്കാൻ കഴിവുള്ളവരുമായ ധാരാളം വേറെയും ശൂരന്മാരുമുണ്ട്. അവരെല്ലാം തന്നെ യുദ്ധ വിശാരദരാകുന്നു, യുദ്ധ നിപുണരാകുന്നു എന്നാണ് ഈ 2 ശ്ലോകങ്ങളുടെയും കൂടെ സാരം. നമസ്തേ.